പേരെന്താ? അശ്വതി. ആ അവള് വരട്ടെ. ചേച്ചിയുടെ കൈ നോക്കാം. ആദ്യം ഇവിടെ നോക്കിയിട്ട് എന്താ നോക്കിയാ? ഇതേ ഉള്ളു, 30 ഉള്ളു. കൈ തന്ന ബലം പറയായിരുന്നു. ഈ കൈയാണ് ഇടത് കൈ തന്ന ആദ്യം. മുരുകാ, ആ അമ്മയ്ക്ക് നല്ല ആയുസാണല്ലോ. ആണോ? ആ, വിദേശ രാജ്യങ്ങളിലൊക്കെ കടൽ കടന്ന് പോകാനുള്ള സാധ്യത. എവിടെ കടന്ന്? കടൽ കടന്ന്. കടൽ കടന്ന്. അതെന്തിനായിരിക്കും? ഇവക്കതിന് അങ്ങോട്ട് പോകാനുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ. ഞാൻ ഡാൻസ് പ്രോഗ്രാമായിട്ട് കാണും. പക്ഷെ കയ്യിൽ തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. തന്നെ കടൽ കടന്ന് അറബി നാടാ കാണിക്കുന്നത്. ആ, ഒരുപാട് ദേശങ്ങളൊക്കെ ചുറ്റി കാണാനുള്ള ബലവും കാണുന്നുണ്ട്. എന്നെങ്ങാനും കൊണ്ടുപോകാതെ പോയോ? പിന്നെന്താ, ആയുസിന് നല്ല ബലവാ. വേറെ ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. ഇത് നോക്ക്. ലക്ഷ്മി, മഹാലക്ഷ്മി. ഞാനാ? അല്ല, മഹാലക്ഷ്മി വരും. ക്ലീറ്റോ വല്ല പെണ്ണുങ്ങളെ വിളിച്ചിട്ട് വരുമോ? അതല്ല, പണം, തുട്ട്, മണി. നമ്മുടെ വീട്ടിൽ വരുമോ? ഇവിടെ വരുമെന്നോ? ആ, ആണോ? ഞാൻ നോക്കി പറയാം. മുരുകിനെ ധ്യാനിച്ച് ഒരു 500 രൂപ ദക്ഷിണ വെച്ചാൽ ഞാൻ നോക്കി പറയാം. 500 രൂപയൊന്നും ഇല്ല മോളെ. കയ്യിലുള്ളത് വെച്ചാൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഒരുപാട് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും. അത് ഞങ്ങൾ അവസാനം എന്തെങ്കിലും തരാം. എന്തെങ്കിലും കൂടി പറ. ഞാൻ ചോദിക്കുന്നതിന് പറഞ്ഞാൽ മതി. എന്റെ മോളില്ലേ, പൈസ കിട്ടുമല്ലോ ഞങ്ങൾക്ക്. എന്റെ മോള് എന്താകും? ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും ആവോന്ന് പറയോ? ദക്ഷിണയൊന്നും വെക്കാതെ നാവിലൊന്നും വരില്ല. ഇങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത്. അത് തരാൻ ഞങ്ങളെങ്ങോട്ട് ഓടിപ്പോണൊന്നുമില്ലല്ലോ. അതെ, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾ ഇതുകൊണ്ടാ കഞ്ഞി ഓടിച്ചു പോന്ന്. ദക്ഷിണ വെക്കാതെ മനസ്സിലൊന്നും വരില്ല. അയ്യോ, ചേട്ടൻ വരുന്നുണ്ട്. നല്ല ഐശ്വര്യമുള്ള മുഖം. ആ കൈ തന്നെങ്കിൽ ബലം നോക്കി പറയായിരുന്നു. വേണ്ട, ബലം പറയണ്ട. വേണമെങ്കിൽ പറയും നമുക്ക്. എനിക്ക് എന്റെ ഫലമൊക്കെ എനിക്ക് അറിയാടേ. നിനക്കറിയണോ? നിനക്കറിയണോടി? അറിയണ്ട. എന്തെങ്കിലും തന്നാ മതി. എന്താ? എന്തെങ്കിലും തന്നാ ഒന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളി. കഴിച്ചാവല്ലോ? കഴിച്ചായിരുന്നു? ആഹാരം കഴിച്ചായിരുന്ന? നേരെ അങ്ങ് പോണേ. ഓടേ. നിനക്കൊക്കെ എന്തിന്റെ കുഴപ്പമോടി? എന്താ, അവരിച്ചിരി വെള്ളം ചോദിച്ചു വന്നതാ. ആ, വിളിച്ചാടി. കാക്ക